ഇവിടെ സാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ കടന്നൽ കൂട്ടി കല്ലെറിഞ്ഞതുപോലെ ആവും. വെറുതെ പ്രശ്നം ഉണ്ടാക്കണോ? എങ്കിൽ നമുക്ക് പോയാലോ? സർ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? പോലീസിൽ പരാതിപ്പെടാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അങ്ങനെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അത് രമ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം മതിയായിരുന്നല്ലോ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അവള് ചെയ്ത പ്രവൃത്തിക്ക് പരാതി അല്ലാതെ പിന്നെ പതക്കം കൊടുക്കണോ? ചിന്നു ഏതായാലും ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരപരാധിയായ പാവം ചിന്നുവിനെ പ്രതിയാക്കാൻ ശ്രമിക്കുമ്പോ രക്ഷപ്പെട്ടു പോകുന്നതേ യഥാർത്ഥ പ്രതിയാണെന്ന കാര്യം മറക്കരുത്. ചിന്നു തന്നെയാ അമ്മയെ കൊല്ലാൻ നോക്കിയത്. അക്കാര്യത്തില് എനിക്ക് യാതൊരു സംശയവുമില്ല. മറ്റാർക്കും ഈ കൊടും ക്രൂരത ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആവശ്യമില്ലാതെ ആരും അവളെ സപ്പോർട്ട് ചെയ്യണ്ട. ഐശ്വര്യ, ആളും തരം നോക്കി വേണം സംസാരിക്കാൻ. രമ എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ അത് കേൾക്കാനും അനുസരിക്കാനും ചിലപ്പോ ഒരു ഭർത്താവെന്ന നിലയിൽ ഞാൻ തയ്യാറാണ്. അത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് എന്നെ പഠിപ്പിക്കാൻ നീ വരരുത്. അതിനുള്ള അധികാരമോ അവകാശമോ നിനക്കില്ല. പിന്നെ നിനക്ക് കുതിര കയറണമെങ്കിൽ അത് നിന്റെ ഭർത്താവായ അർജുനോട് മതി. പരമാവധി സമീപനം പാലിക്കാൻ ശ്രമിക്കുന്ന ആളാ ഞാൻ. ആ ശീലം മാറ്റാൻ എന്നെ നിർബന്ധിതനാക്കരുത്, പറഞ്ഞേക്കാം. അല്ല, അമ്മ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ ചിന്നുവിനെ രക്ഷിക്കാനായിട്ട് അച്ഛൻ ഈ പാടുപെടുന്നത് കാണുമ്പോഴാ അറിയാതെ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോകുന്നത്. ചിന്നു തന്നെയാണ് ഇത് ചെയ്തതെന്ന് യാതൊരു അടിസ്ഥാനമില്ലാതെ വെറുതെ വിളിച്ചു പറയരുത്. അയ്യോ, അവൾ എനിക്ക് നന്നായിട്ട് അറിയാം. കുട്ടിക്കാലം മുതൽ ഞാൻ അവളുടെ സ്വഭാവം ശ്രദ്ധിക്കുന്നതാ. കുട്ടിക്കാലം മുതലോ? നിനക്ക് അവളെ അന്നേ പരിചയമുണ്ടോ? അല്ല, അത് പിന്നെ ഞാൻ കുഞ്ഞിനാൾ മുതലേ നിനക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞാ അത് എങ്ങനെയുള്ള പരിചയമാണെന്ന് എനിക്കറിയണം. അത് പിന്നെ ഞാൻ വളർന്ന കൊട്ടാരത്തിലെ വേലക്കാരിയുടെ മോളാ ഈ ചിന്നു. അവളെപ്പോഴും ഓരോ സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കൊട്ടാരത്തിലോട്ട് വരും. അന്നൊന്നും ഞാൻ അവളുമായിട്ട് കളിക്കാനോ കൂട്ടുകൂടാനോ ഒന്നിനും മെനക്കെട്ടിട്ടില്ല. കാരണം അന്നും ഇന്നും എനിക്ക് അവളോട് അറപ്പും വെറുപ്പുവാ. പിന്നെ എനിക്ക് മാത്രമല്ല, അവിടെയുള്ള എല്ലാവർക്കും. അത്തരത്തിലുള്ളൊരു സ്വഭാവമായിരുന്നു അവളുടേത്. ഒരു പെണ്ണിന് വലുതേ അവളുടെ മാനോ. അത് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും തിരികെ നേടിയെടുക്കാൻ സാധിക്കില്ല. അത് നീ മറക്കരുത്.